അങ്ങനെ വിജയശ്രീലാളിതയായി ഗോമതി വീണ്ടും ദേവമംഗലത്തേക്കല്ലേ? അങ്ങനെ കരുതല്ലേ ബാലേട്ട, വിജയിച്ചത് നമ്മൾ രണ്ടുപേരുവാ. അലോസരങ്ങളുടെ മഞ്ഞുരുകാൻ ഗോമതി വഴിയൊരുക്കുമ്പോൾ ആര്യനും മിത്രയും വീണ്ടും ദേവമംഗലത്തേക്ക്. സ്നേഹത്തോടെ വിളിച്ച വരില്ലാൻ തോന്നി, അതാ ദേഷ്യപ്പെട്ടത്. ആ ദേഷ്യം സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ ഈ ഏട്ടന്റെ അനിയനാണെന്ന് പറയുന്നതില് എന്താ അർത്ഥമുള്ള? ഇനി പ്രേക്ഷകർ കാത്തിരുന്ന ഹൃദയഹാരിയായ പുനഃസമാഗമ നിമിഷങ്ങൾ കാത്തിരുന്ന് കാണുക. സാന്ത്വനം, ദിവസവും രാത്രി 7 മണിക്ക്. അങ്ങനെ വിജയശ്രീലാളിതയായി ഗോമതി വീണ്ടും ദേവമംഗലത്തേക്കല്ലേ? അങ്ങനെ കരുതല്ലേ ബാലേട്ട, വിജയിച്ചത് നമ്മൾ രണ്ടുപേരുവാ. അലോസരങ്ങളുടെ മഞ്ഞുരുകാൻ ഗോമതി വഴിയൊരുക്കുമ്പോൾ ആര്യനും മിത്രയും വീണ്ടും ദേവമംഗലത്തേക്ക്.